ഇവിടെ ഒരു ദാമോദരക്കുറുപ്പ് സാർ ഉണ്ടല്ലോ, എവിടെയാ വീട്? എനിക്കറിഞ്ഞൂടാ. ഓ, പാനി കളഞ്ഞിട്ട് പോയ കുറുപ്പ് സാറ്. അങ്ങനെയാണോ? സാർ നമ്മുടെ കമലാക്ഷയുടെ വീട്ടിലല്ലേ താമസിക്കുന്നത്? എന്തിനാ ഭാര്യ ഓടിപ്പോയത്? സാർ ഒരു പഞ്ചപാവമാ. ചെലവിന് കൊടുക്കാൻ വയ്യതായപ്പോ അവളോട് പാട്ടിന് പോയി. ആട്ടെ, നീ എവിടുന്ന് വരുന്നു? കുറച്ച് കിഴക്കുന്ന. എന്നതെ, ആ കവലയിൽ വലത്തോട്ട് തിരിഞ്ഞാൽ 3ാമത്തെ വീടാ. ശരി. സാർ, ആരും ഇല്ല ഇവിടെ? ആരാ അത്? ദാമോദരക്കുറുപ്പ് സാറാണോ? അതെ. സുഖമില്ലേ? 4-5 ദിവസമായി ഒരു കുളിരും പനിയും, അനങ്ങാൻ വയ്യ. അയ്യോ, നല്ല പനിയുണ്ടല്ലോ. നീ ഏതാ കുഞ്ഞെ? എന്റെ പേര് ശോഭ. മരുന്നെല്ലാം കുടിച്ചോ? ഇല്ല. എന്റെ മകളെ കാണാൻ വന്നതാണോ? അവൾ ഇവിടില്ല. അരിഷ്ടം കുടിച്ചാട്ടെ. നീ എവിടെന്നാ വരുന്നത്? പിന്നെ ആഹാരം വല്ലതും കഴിച്ചോ? ഇല്ല. നീ എന്റെ മോളെ കൂട്ടുകാരിയാണ്. ഞാനിപ്പോ കാപ്പി ഇട്ടോണ്ട് വരാം. എഴുന്നേറ്റെ, ചായ കുടിക്കാം. ഒരു പരിചയമില്ലാത്ത നീ ഇങ്ങനെ. മനുഷ്യനെ സഹായിക്കാൻ പരിചയമൊന്നും വേണ്ട. ചായ കുടിക്കൂ. മതി. ഈ ഗുളിക കഴിച്ചാൽ പെട്ടെന്ന് അസുഖം മാറുമെന്നും ഡോക്ടർ പറഞ്ഞു. നീ എനിക്ക് വേണ്ടി എന്തെല്ലാം ബുദ്ധിമുട്ടും. ഞാനിപ്പോ നല്ല ചൂട് കഞ്ഞി കൊണ്ടുവരാം. ഒരു പരിചയവുമില്ലാത്ത നീ എന്നോട് കാണിച്ച സ്നേഹത്തിനും സഹായത്തിനും എന്ത് പ്രത്യുപകാരമാണ് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ ചോദിക്കുന്ന സഹായം ചെയ്യാമോ സാർ? എന്റെ നില നിനക്കറിയാമല്ലോ. 5-6 പിള്ളേർക്ക് ട്യൂഷൻ കൊടുത്താണ് ഞാൻ ജീവിക്കുന്നതും എന്റെ മോളെ പഠിപ്പിക്കുന്നതും. എനിക്ക് പണമൊന്നും വേണ്ട. പിന്നെ ഞാനിവിടെ ഇവിടെ താമസിച്ചോളാം. എന്തിന്? സാറിന് ഒരു കൂട്ടായിട്ട്. അല്ല, ഈ പെണ്ണി ഇവിടുന്ന് പോയില്ലേ? ഇല്ല, എന്റെ സൂക്കേട് ഭേദമായിട്ട് പോകാമെന്ന് കരുതി. എന്നാലും ഊരും പേരും അറിയാത്ത ഈ പെണ്ണിനെ ഇവിടെ ഇങ്ങനെ താമസിപ്പിച്ച ആളുകൾ ഒന്നും പറയില്ലേ? എന്തോ പറയാനാ? പണ്ടേ തന്നെ സാറിന്റെ ഭാര്യ ഓടിപ്പോയതാ. ഇപ്പോൾ ഒരു പെണ്ണിനെ രഹസ്യമായി വെച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ജനസംസാരം. ഇത്രയുള്ളോ? അത് ഞങ്ങൾ സഹിച്ചോളാം. നിങ്ങൾ മാത്രം അങ്ങനെ സഹിച്ചാ പോരല്ലോ.
എന്റെ വീട്ടിലിരുന്നോണ്ടേ ഈ വേണ്ടാതീരെ കാണിച്ചാണ്ടല്ലോ അതെനിക്കും മാനക്കേടാ. അങ്ങനൊന്നും നടന്നിട്ടില്ല, നടക്കുകയുമില്ല. പിന്നെ കമലാക്ഷി, നിങ്ങൾ വാടകയ്ക്കാണ് വന്നതെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഞാനങ്ങ് തന്നേക്കാം. അയ്യോ, ഞാൻ പോയേക്കാം. നിങ്ങളുടെ പാട് നിങ്ങൾക്ക്. കേട്ടില്ലേ, നീ എനിക്ക് ചെയ്ത സഹായത്തിന് കിട്ടിയ പ്രതിഫലം. ഇനി ഇവിടെ നിന്നാൽ നാളെ നിന്റെ ജീവിതം പാഴായി പോകും. ഏതായാലും ചീത്തപ്പേര് കേട്ടു. ഇനി ഞാനിവിടെ ഒന്നും പോകുന്നില്ല. എന്താ നീ പറയുന്നതിന്റെ അർത്ഥം? ഞാൻ ഒരിക്കലും അങ്ങേക്കൊരു ഭാരമാവുകയില്ല. മഠൈ, നീ ആരെങ്കിലും ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കേണ്ടവളല്ലേ? വേണ്ട, അങ്ങനെ വിവാഹം കഴിച്ചാൽ അതെനിക്ക് സന്തോഷമാണ്. നിനക്ക് ഭ്രാന്തുണ്ടോ? അതോ നീ നേരം പോക്ക് പറയുന്നു? സത്യമായി ഞാൻ പറയുകയാണ്, അങ്ങനെ ഉപേക്ഷിക്കരുത്. ഒരിക്കലും ഞാൻ അങ്ങേ ബുദ്ധിമുട്ടിക്കില്ല. ഒരു വേലക്കാരിയായി ഞാനിവിടെ കഴിഞ്ഞോളാം. എനിക്ക് വേറെ ആരുമില്ല. എന്നെ പറഞ്ഞയക്കരുത്. ശോഭേ, നമുക്ക് അഭിമാനമൊന്നുണ്ട്, അത് മാത്രം നീ മറക്കരുത്. നീ ചെയ്ത സഹായങ്ങൾക്കൊക്കെ നന്ദി. പോകൂ, പൊയ്ക്കൊള്ളൂ. ശരി, പോകാം. ഈ മാനക്കേടുമായി ഞാൻ ജീവിക്കുമെന്ന് സാറ് വിചാരിക്കണ്ട. അങ്ങനെ എന്റെ ജീവിതം അവസാനിച്ചു എന്ന് കേട്ടാൽ സാർ ഒരിക്കലും സങ്കടപ്പെടരുത്. ശോഭേ, നാട്ടുകാരും വീട്ടുകാരും അറിയാതെ ഒരുത്തന്നോട് പൊറുക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? അങ്ങനെ പെട്ടെന്നൊരാഗ്രഹം തോന്നി. നിന്റെ അമ്മയച്ഛനും ജീവനോടല്ലേ ഇരിക്കുന്നത്? ഞങ്ങൾ വിചാരിച്ചാൽ നിനക്ക് അന്തസ്സായ വിവാഹം നടത്താൻ സാധിക്കില്ലേ? വിവാഹവും മരണവും വിധിയാണമ്മേ. അഹങ്കാരം കാണിച്ചിട്ട് വിധിയാണെന്ന് പറഞ്ഞാൽ മതിയോ? നിന്റെ അച്ഛന്റെ അഭിമാനമെങ്കിലും ഒന്ന് ഓർമ്മിച്ച് നോക്കിയോ? എനിക്ക് നല്ലതെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. അതിന് ഷഷ്ടിപൂർത്തി കഴിഞ്ഞ് കിഴവനെ കിട്ടിയോളൂ നിനക്ക്? വയസ്സനോ ചെറുപ്പക്കാരനോ, അദ്ദേഹം ഇപ്പോഴെന്റെ ഭർത്താവാണ്. അതമ്മ മറക്കരുത്. ഭർത്താവ് ഒരു നേരത്തെ ആഹാരം തരാൻ, നിനക്കൊരു നല്ല സാരി വാങ്ങിച്ചു തരാൻ ആ പെൻഷൻ വാദ്യർക്ക് ഗതിയുണ്ടോടി? ഉള്ളതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം. ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരികയില്ല. അയാൾ വാദ്യാരല്ലടി, മന്ത്രവാദിയോ. നിന്നെ കൂടോത്രം ചെയ്ത് വശീകരിച്ചത് വേറെന്തോ കാര്യത്തിന് വേണ്ടിയാ. എന്റെ ചേച്ചിയുടെ ഭർത്താവാണോ? അതെ, ഇരിക്കൂ. അതായത് അളിയൻ. അപ്പൂപ്പൻ, അളിയൻ അപ്പൂപ്പൻ. ശരി, നടന്നു നടന്നു. അതല്ലേ ഞങ്ങളും മറക്കാം. അയാൾ വല്ല സാരിയോ മാലയോ വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ അത് അയാൾ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് ഞങ്ങളുടെ കൂടെ വാ. ആരെങ്കിലും അമ്മയോട് ഇങ്ങനെ പറഞ്ഞാൽ അമ്മയുടെ മറുപടി എന്തായിരിക്കും? നിന്റെ നിന്നെ കൊന്നുകളെ. ഇവിടെ ഈ അഹങ്കാരം കേട്ടിട്ടും നിങ്ങൾ ഒരു അക്ഷരം പറയുന്നില്ലല്ലോ. അച്ഛൻ വക്കീലാണ്. പ്രായപൂർത്തിയായ ഒരു പെണ്ണിന് അവൾക്ക് ഇഷ്ടമുള്ളൊരു വിവാഹം കഴിക്കാം. ആമേ കറക്റ്റ് ഡാഡി? കറക്റ്റ് ബേബി, യു ആർ ഓൾവേസ് കറക്റ്റ്. മക്കളെ വളർത്താനുള്ള ചുമതലയെ അച്ഛനമ്മമാർക്കുള്ളൂ. അവരുടെ കാര്യങ്ങൾ ഇടപെടാൻ അവർക്ക് അവകാശമില്ല. ഡാഡി, ഊണ് കഴിക്കാം. കുറച്ച് വിഷം നടി കഴിക്കാം. ഇങ്ങ് അകത്തോട്ട് കയറിയിരുന്ന് സംസാരിക്കാമല്ലോ. ഇത്രയും പ്രായമുള്ള തനിക്ക് നാണമില്ലായിരുന്നോടോ? കിളി പോലെയുള്ള എന്റെ മോളെ മയക്കിയെടുക്കാൻ. മീനാക്ഷി, വാ. പാടാ. ശോഭേ, എന്താണ് നിന്റെ അർത്ഥം? എത്ര നാളത്തേക്കാണ് ഈ നാടകം? ജീവിതം അവസാനിക്കുന്നത് വരെ. പോസ്റ്റ്. ശോഭയാരാ? ഞാൻ തന്നെ. നിങ്ങൾക്കൊരു രജിസ്റ്റർ ഉണ്ട്.
എന്താ അത്? ഒരു സന്തോഷ വാർത്ത. നമ്മൾ വലിയ പണക്കാരായി. അതെങ്ങനെ, ലോട്ടറി അടിച്ചോ? അല്ല, എന്റെ ഒരു കൂട്ടുകാരി മരിക്കുന്നതിന് മുൻപ് അവരുടെ സ്വത്തെല്ലാം എന്റെ പേരിൽ എഴുതി വെച്ചു. അവർക്ക് സ്വന്തക്കാരുമില്ലേ? ഉണ്ടായിരുന്നവരെല്ലാം ചേർന്ന് ആ സ്ത്രീയെ വീട് വിട്ട് വിരട്ടി ഓടിച്ചു. പാവം. ആ ചേച്ചിയെ അവസാന കാലത്ത് ഞാനാണ് ശുശ്രൂഷിച്ചത്. അതിന്റെ നന്ദിയാണ് ഈ സ്വത്തുക്കൾ. അപ്പൊ ഈ പ്രമാണം ആരയച്ചതാ? അവരുടെ വക്കീൽ. ആ സ്വത്തുക്കളും ബംഗ്ലാവും എല്ലാം ഇനി നമുക്കാണ്. നമുക്ക് അവിടെ പോയി താമസിച്ചാൽ എന്താ? ശരി.